ഹലോ എവ്രിവൺ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ ഒരു നെക്സ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഓൾറെഡി യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. യൂണിറ്റ് 2 തിയറി ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫസ്റ്റ് പാർട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ തിയറി ആൻഡ് റിസർച്ച് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ. പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ടേംസ് ഡിസ്കസ് ചെയ്യുന്ന, അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്. വളരെ ഈ ഒരു സോഷ്യൽ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്ന പേപ്പറിന്റെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നമുക്ക് അടിത്തറ നൽകുന്ന ഒരു ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസിൽ കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക, നോട്ട്സ് ഒക്കെ തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതിലൊന്ന്, വാട്ട് ഈസ് തിയറി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തിയറി എന്ന് പറയുന്നത്? നമ്മൾ ടേം വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു ടേമാണ് തിയറി. എന്താണ് ഈ തിയറി എന്നുള്ളത് അതിന്റെ ഇഴകീറി പരിശോധിക്കുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് ഈ ഒരു യൂണിറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിസർച്ച്? ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ചില ഭാഗങ്ങൾ കൂടി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതേപോലെ തന്നെ തിയറിയും റിസർച്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ, ഇവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, തിയറി എങ്ങനെ റിസർച്ചിനെ സഹായിക്കുന്നു, നേരെ റിസർച്ച് എങ്ങനെ തിയറിയെ സഹായിക്കുന്നു, പരസ്പര പൂരകങ്ങളായിട്ടുള്ള 2 സംഗതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ സ്പെസിഫിക്കലി സോഷ്യോളജിക്കൽ തിയറി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു സൂചന കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എംപിരിക്കൽ റിസർച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫീൽഡ് വർക്ക് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ച് പ്രോസസ് എങ്ങനെയാണ് സോഷ്യോളജിക്കൽ തിയറിയെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാർട്ട് 1 ഇതെല്ലാം ഇൻക്ലൂഡഡ് അല്ല. പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, തിയറി എന്ന് പറയുന്നത് റിസർച്ചിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾക്കും ഏകദേശ ധാരണ അതിനെക്കുറിച്ച് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും ഡിഗ്രി ലെവൽ എന്നുള്ള റിസർച്ചുകൾക്ക് ആളുകൾ തിയറി ബേസ് കൊടുക്കാറില്ല, അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്കിന്റെ അകത്ത് ആക്കാറില്ല. അതേസമയം PG റിസർച്ചോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള MPhil, PhD പോലെയുള്ള റിസർച്ച് പ്രോസസ്സുകളിലൊക്കെ തന്നെ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാതെ നിങ്ങൾക്ക് റിസർച്ച് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പൊതുവെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന തരത്തിലുള്ള റിസർച്ചുകളെക്കാൾ എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ചില കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, ഇങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസ് നൽകുന്ന റിസർച്ചിലാണ് കൂടുതലായിട്ടും തിയറിയുടെ ഇൻഫ്ലുവൻസ് അധികം കാണുന്നത്. എന്ന് വെച്ചുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ തിയറി ഇല്ല എന്നല്ല, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലും തിയറി ഉണ്ട്. ഓക്കെ, എന്താണ് ഈ തിയറി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റിസർച്ചിന്റെ ഫ്രെയിംവർക്ക് എന്താണ്, അതെങ്ങനെ ഡിസൈൻ ചെയ്യപ്പെടണം. ഒരു റിസർച്ച് നമ്മൾ പൊതുവേ ഒരു തിസിസ് ഒക്കെ അല്ലെങ്കിൽ PhD റിസർച്ചോ അല്ലെങ്കിൽ MPhilോ ഇനി PGയുടെ തന്നെ ഒക്കെ റിസർച്ച് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മളൊരു അബ്സ്ട്രാക്ട് സബ്മിറ്റ് ചെയ്യണം. അതിന്റെ അകത്ത് നമ്മൾ കൃത്യമായിട്ട് പറയണം, ഞാൻ ഇന്നൊരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഈ ഒരു വർക്ക് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ വർക്കുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയണം. അതായത് നമുക്ക് ഓൾറെഡി ഐഡിയ ഉണ്ടായിരിക്കണം നമ്മുടെ ഒരു ലാർജർ ഫ്രെയിംവർക്ക് എന്താ, ഏതൊരു ഡിസൈൻ്റെ അകത്ത് നിന്നിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ റിസർച്ചിൽ തിയറി ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ തന്നെ തിയററ്റിക്കൽ നോളജിനെ അഡ്വാൻസ് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ തിയറീസ് കണ്ടെത്താൻ, ഓൾറെഡി ഉള്ള തിയറി റീവേരിഫൈ ചെയ്യാൻ, തിയറിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനൊക്കെ തന്നെ റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മനസ്സിലാക്കാം. ഇവ തമ്മിലുള്ള ബന്ധം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമുക്ക്
ആദ്യത്തെ ഭാഗത്തോട്ട് പോവാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്താണ് തിയറി? വാട്ട് ഈസ് എ തിയറി? അതിന് 2 ഡെഫിനിഷൻ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് ന്യൂമാൻ എന്ന് പറയുന്ന സ്കോളറുടെ ഡെഫിനിഷൻ. സോഷ്യൽ തിയറി ഈസ് ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം ഓഫ് ഇന്റർ കണക്റ്റഡ് ഐഡിയാസ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്ക്. സിസ്റ്റം ഓഫ് ഇന്റർ കണക്റ്റഡ് ഐഡിയാസ്. ഒരുപാട് ഐഡിയാസിനെ പരസ്പരം ഇന്റർ കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് തിയറി എന്ന് പറയുന്നത്. അത് സാമൂഹിക ലോകത്തിനെ കുറിച്ച്, സോഷ്യൽ വേൾഡിനെ കുറിച്ച് നോളജ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് സോഷ്യൽ വേൾഡിനെ കുറിച്ച് ഒരുപാട് നോളജ് ഉണ്ട്. അത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രൂപത്തിൽ നമുക്ക് തരുന്ന ഒരു സംഗതിയാണ് തിയറി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഗുഡേ ആൻഡ് ഹാർട്ട് എന്ന് പറയുന്ന സ്കോളർ ഉണ്ട്. അവരുടെ വർക്കാണ് ഞാൻ റൈറ്റ് സൈഡിൽ ഒരു ടെക്സ്റ്റ്, അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ്, മെത്തേഡ്സ് ഇൻ സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്ന ടെക്സ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ്, നിങ്ങളുടെ PDF ഒക്കെ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ആണ്. എന്ന് മാത്രമല്ല PG ഡിഗ്രി സ്റ്റുഡൻസിനൊക്കെ എപ്പോഴും ഈ ഒരു ടെക്സ്റ്റിന്റെ അകത്ത് നിന്ന് തന്നെയാണ് ഒരുപാട് ഇൻഫർമേഷൻസ്, സോഷ്യൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുന്നതും. അപ്പൊ അവര് മുന്നോട്ട് വെക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. Theory refers to the relationship between facts or to the ordering of them in some meaningful way. ഇവിടെ ഫാക്ട് എന്നുള്ള ടേമാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഫാക്റ്റുകൾക്കിടയിലുള്ള റിലേഷൻഷിപ്പുകളെ കണ്ടെത്തുക, അതേപോലെ തന്നെ അവ ചില പ്രത്യേക രീതിയിൽ ഓർഡർ ചെയ്യുക. ആദ്യം ഏതാണ്, പിന്നെ ഏതാണ്, അവ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്ന, മീനിങ് ആയിട്ട് നമ്മളോട് കൈമാറുന്ന ഒരു സംഗതിയെ നമുക്ക് തിയറി എന്ന് വിളിക്കാം എന്നാണ് ഗുഡേ ആൻഡ് ഹാർട്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫാക്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കൽ ഇമ്പോർട്ടന്റ് ആണ്. ഫാക്ട് എന്ന് പറയുന്ന ടേമിന് ഡെഫിനിഷൻ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല എങ്കിലും ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് എംപിരിക്കലി വേരിഫയബിൾ ഒബ്സർവേഷൻ എന്നാണ്. നമുക്ക് ഫീൽഡിൽ പോയി വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒബ്സർവേഷനെ നമുക്ക് ഫാക്ട് എന്ന് വിളിക്കാം. അപ്പൊ ഈ ഫാക്ടിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഗുഡേ ആൻഡ് ഹാർട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അവർ പറയുന്നത് ഫാക്ട് ഹെൽപ്സ് ടു ബിൽഡ് തിയറീസ്. അപ്പൊ ഫാക്ടുകള് തിയറീസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിയറീസ് ഇസ് നോട്ട് സ്പെക്കുലേഷൻ, അല്ലെ തിയറീസ് ആർ നോട്ട് സ്പെക്കുലേഷൻ. തിയറീസ് വെറുതെ പറയുന്ന വാക്കുകളല്ല. നമ്മൾ പൊതുവെ പറയും അതൊരു തിയറി അല്ലേ, അത് കേവലം ഒരു തിയറി മാത്രല്ലേ, അത് ഉള്ളതല്ലല്ലോ, അതൊരു പറച്ചില് മാത്രല്ല, അങ്ങനെ അങ്ങ് പറഞ്ഞു വെച്ചത് മാത്രല്ലേ എന്നുള്ളതാണ് നമ്മൾ പൊതുവെ കോമൺ സെൻസിക്കൽ നോളജിൽ തിയറിക്ക് കൊടുത്തിട്ടുള്ള ഒരു മീനിങ്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് തിയറി എന്ന് പറയുന്നത് ഫാക്ട്സിന്റെ ബേസിലാണ് നിർമ്മിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടേണ്ടത് എന്നാണ് ഇവര് പറയുന്നത്. ഓക്കെ, ഇനി ഹൈപ്പോത്തിസിസുമായിട്ട് തിയറി ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക, ഹൈപ്പോത്തിസിസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വീണ്ടും അതേ ടേം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു കാൽക്കുലേറ്റഡ് ഊഹം. നമ്മൾ ഊഹിക്കാറുണ്ട്, പക്ഷെ അത് കാൽക്കുലേറ്റഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഫീൽഡിൽ പോയിട്ട് പ്രൈമറി ആയിട്ട് ഒരു ഒബ്സർവേഷൻ നടത്തിയിട്ട് നൽകുന്ന ഒരു ഊഹത്തിലുള്ള ഒരു സംഗതി നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. ഞാൻ ഫീൽഡിൽ പോയി ഒബ്സർവ് ചെയ്തു, അവിടെ ഈ ഒരു സംഗതിയാണ് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചത്, അതിന്റെ ബേസിൽ ഞാനൊരു ഊഹം നടത്തുകയാണ് എന്നുള്ളതാണ്. ഈ ഒരു സംഗതിക്കാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയാ. ഇത് നമ്മൾ റിസർച്ച് ചെയ്യുന്നതിന്റെ മുമ്പേ തന്നെ പറഞ്ഞു വെക്കും. അതിനെ ആ പറഞ്ഞു വെച്ചിട്ടുള്ള ഹൈപ്പോത്തിസിസ് ശരിയാണോ അല്ലയോ എന്നുള്ള ഒരു സെർച്ച് കൂടിയാണ് റിസർച്ചിന്റെ അകത്ത് നമ്മൾ നടത്തുന്നത്. അപ്പോൾ തിയറി എന്ന് പറയുന്നതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് ഹൈപ്പോത്തിസിസിനെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോ പിന്നെ ഇത്രയാണ് തിയറി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസൈൻ, നമ്മുടെ റിസർച്ചിന്റെ ഡിസൈൻ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിന്റെ ഫ്രെയിംവർക്കും ഒക്കെ ആയിട്ട് നമ്മുടെ തിയറി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു നല്ല റിസർച്ച് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തിയറി അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത റിസർച്ച് ആയിരിക്കും എന്നുകൂടി ഇതിന്റെ കൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു തിയറിയിലുള്ള എലമെന്റ്സ്, അല്ലെങ്കിൽ ഒരു തിയറി എങ്ങനെയാണ് പിന്നെ നിർമ്മിക്കപ്പെടുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഒരു തിയറിയിൽ എന്തൊക്കെ നമുക്ക് കാണാം എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. ഇവിടെ 4 പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് കൺസെപ്റ്റ്സ് ആണ്. തിയറിന്റെ അകത്ത്
കൺസെപ്റ്റുകൾ ഉണ്ടാവും. എന്താണ് കൺസെപ്റ്റ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാം. രണ്ടാമത് വേരിയബിൾസ് ആണ്. മൂന്നാമത്തത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നാലാമത്തത് ഫോർമാറ്റ്സ് ആണ്. ഓരോന്നും നമുക്ക് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് കൺസെപ്റ്റ്സ്. എന്താണ് കൺസെപ്റ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ പിന്നെ ഇവിടെ എക്സാമ്പിൾസ് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് കൺസെപ്ച്വലൈസേഷൻ. കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് പോരാ, ഈ കൺസെപ്റ്റ് മതി എന്നൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കോമൺ സെൻസിക്കലി യൂസ് ചെയ്യുന്നതാണ്. ആ സംഗതി മനസ്സിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ തിയറിയുടെ ബേസിൽ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നോക്കുക എക്സാമ്പിൾ നോക്കാം. ക്ലാസ് ഒരു എക്സാമ്പിൾ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ കാസ്റ്റ്, ഫാമിലി, തിയറി, ഇതൊക്കെ കൺസെപ്റ്റ്സിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തിയറി എന്ന് പറയുന്നത് തൊട്ട് മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കൺസെപ്റ്റ് ആണ്. അതിന് ഒരു ഡെഫിനിഷൻ, ഒന്നല്ല 2 ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഡെഫിനിഷൻ ഉണ്ട്. ഈ ഡെഫിനിഷൻ ആണ് എന്താണ് തിയറി എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഈ അർത്ഥത്തിൽ ഓരോ കൺസെപ്റ്റിനും, ഇപ്പൊ ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് എന്ന് പറയുന്നതിന് പലതരത്തിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. എക്കണോമിക്സിൽ പലതരത്തിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. സോഷ്യോളജിസ്റ്റുകൾ തന്നെ മാർക്സിന്റെ ഡെഫിനിഷൻ ഡിഫറെന്റ് ആണ്, വെബറിന്റെ ഡെഫിനിഷൻ ഡിഫറെന്റ് ആണ്. മാർക്സ് പറയുന്നത് മീൻസ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് ആളുകളുടെ റിലേഷൻഷിപ്പ് ആണ് ക്ലാസ് എന്നുള്ളതാണ്. മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് ക്ലാസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് വെബർ പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഡെഫിനിഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഇതിനെല്ലാം ഡെഫിനിഷൻ ഉണ്ട്. ഈ കൺസെപ്റ്റുകൾക്കെല്ലാം ഡെഫിനിഷൻ ഉണ്ട്. നമ്മൾ ഒരു തിയറി യൂസ് ചെയ്യുന്ന സമയത്ത് ആ തിയറിയിൽ കൺസെപ്റ്റുകൾ സ്വാഭാവികമായിട്ടും വരും. ഈ കൺസെപ്റ്റുകൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടതാണ്. ഏത് ഡെഫിനിഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ പിന്നെ ഇത് നമ്മൾ കൃത്യമായിട്ട് തിയറിന്റെ അകത്തുള്ള കൺസെപ്റ്റുകൾ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സംഗതി എഴുതുമ്പോൾ, ഒരു തിയറി എഴുതുന്ന സമയത്ത് അതിൽ നമ്മളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യും. ആ കൺസെപ്റ്റിന്റെ മറ്റൊരു മീനിങ് വേറൊരാള് ഇൻഫർ ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്ത കൺസെപ്റ്റും ആ കൺസെപ്റ്റിന്റെ ഡെഫിനിഷനും നമ്മുടെ റിസർച്ചിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. മറ്റൊരു എക്സാമ്പിൾ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അത് നമുക്ക് ഇങ്ങനെ പറയാം, ഹൈറാർക്കിക്കലി അറേഞ്ച്ഡ് ആണ്. പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം യുണീക്ക് ആയിട്ട് കാണപ്പെടുന്ന ഒരു പിന്നെ സ്ട്രാറ്റിഫിക്കേഷന്റെ രൂപമാണ് കാസ്റ്റ് എന്ന് പറയാം. അതൊരു ഡെഫിനിഷൻ ആണ്. അതല്ലാതെ പല രീതിയിൽ ഡിഫൈൻ ചെയ്ത ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന കൺസെപ്റ്റുകൾക്ക് കൃത്യമായിട്ട് ഡെഫിനിഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇതാണ് ഫസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ. ഏറ്റവും ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് തിയറി എന്ന് വേണമെങ്കിൽ കൺസെപ്റ്റിനെ കുറിച്ച് പറയാം. രണ്ടാമത്തൊരു എലമെന്റ് എന്ന് പറയുന്നത് വേരിയബിൾസ് ആണ്. വേരിയബിൾസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ മാറ്റം ഒന്നേ ഉള്ളൂ. ഈ ടൈപ്പ് ഓഫ് കൺസെപ്റ്റ്സ്, വേരിയബിൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്സ്, അതിൽ മാറ്റം ഉണ്ടാവും. വേരി ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. വേരി ചെയ്യാന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മാറ്റം വരിക. മെഷർ ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ്സിനെ നമ്മൾ പൊതുവെ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ മാത്സിലൊക്കെ ചിലപ്പം പഠിച്ചിട്ടുണ്ടാവും. വേരി ചെയ്യാൻ പറ്റുന്ന, അപ്പം 1, 2, 3 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ് കോൺസ്റ്റന്റ് ആ, അത് മാറൂല. 1 എന്ന് പറഞ്ഞാൽ 1 മാത്രം. അതേസമയം എക്സ് അല്ലെങ്കിൽ വൈ എന്നൊക്കെ പറയുന്ന സംഗതികളെ നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കും. ആ എക്സിനും വൈക്കും പകരമായിട്ട് നമുക്ക് ഏത് നമ്പേഴ്സും കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതേ രൂപത്തിൽ കൺസെപ്റ്റുകളെ നമുക്ക് മെഷർ ചെയ്യാൻ പലതരത്തിലുള്ള വാല്യൂ കൊടുക്കാൻ പറ്റുന്ന സംഗതിയെ നമുക്ക് വേരിയബിൾ എന്ന് വിളിക്കാം. അതിനുള്ള ചില എക്സാമ്പിൾ ആണ് ഏജ്, പല ഏജ്, മിഡിൽ ഏജ്, യങ് ഏജ്, അതേപോലെ തന്നെ എന്താ പറയാ ചൈൽഡ് എന്നൊക്കെ പറയുന്ന ഏജ്. അതേപോലെ നമുക്ക് നമ്പേഴ്സും വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ് എന്നൊക്കെ പറയുന്ന തരത്തിൽ മെഷർമെന്റ് ഡിഫറെന്റ് ആവാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഏജ്. ഇതേപോലെ തന്നെയാണ് ക്ലാസ്സും. മിഡിൽ ക്ലാസ് ഉണ്ട്, അപ്പർ ക്ലാസ് ഉണ്ട്, ലോവർ ക്ലാസ് ഉണ്ട്. ഇതൊക്കെ മാറാം. അതേപോലെ ക്രൈം റേറ്റ് എന്ന് പറയുന്ന സാധനം, ക്രൈം എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് മാത്രമാണ്. അത് വേരി ചെയ്യാൻ സാധിക്കില്ല. അതേസമയം ക്രൈം റേറ്റ് എന്ന് പറയുന്നത്, റേറ്റ് എന്ത് ചെയ്യാം, മാറാം. ഒരു സൊസൈറ്റിയിൽ ക്രൈം റേറ്റ് കൂടുതലാണ്, മറ്റൊരു സൊസൈറ്റിയിൽ ക്രൈം റേറ്റ് കുറവാണ്. ഈ തരത്തിലുള്ള ഡെഫിനിഷനുള്ള സാധ്യത ഉണ്ട് ഇതിന്റെ അകത്ത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ
പിന്നെ ന്യൂമറിക്കൽ അനാലിസിസ്, നമ്പേഴ്സ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സംഗതികളെ നമുക്ക് ആ തരത്തിലുള്ള കൺസെപ്റ്റുകളെ വേരിയബിൾ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എലമെന്റിലേക്ക് പോവാം. നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഫോർമാറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ രണ്ട് രീതിയിൽ കൊടുത്തിട്ടില്ല, ഇവ രണ്ടും ഒരുമിച്ച് പോകുന്ന സംഗതി ആയതുകൊണ്ടാണ്. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇവിടെ വേരിയബിൾസിനെയോ അതേപോലെ തന്നെ കൺസെപ്റ്റ്സിനെയോ പരസ്പരം കണക്ട് ചെയ്യിപ്പിക്കുന്ന, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു സെന്റൻസിനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അവ തമ്മിൽ എന്താണ് റിലേഷൻ? ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു വേരിയബിൾ പറഞ്ഞു, ക്രൈം റേറ്റ്. ക്രൈം റേറ്റ് എന്ന് പറയുന്ന വേരിയബിൾ വെച്ചുകൊണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ച് ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ആ സ്ഥലത്ത് ക്രൈം റേറ്റ് കൂടും. ഇതെന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്ന വേരിയബിളും അതേപോലെ തന്നെ ക്രൈം റേറ്റ് എന്ന് പറയുന്ന വേരിയബിളും തമ്മിലുള്ള ബന്ധം. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുമ്പോൾ ക്രൈം റേറ്റ് കൂടും, പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയുമ്പോൾ ക്രൈം റേറ്റ് കുറയും എന്ന് പറയുന്ന ആ ഒരു ബന്ധം സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു തിയറിയെ ബിൽഡ് ചെയ്യുന്നത്. ഇനി ഈ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു കൂട്ടത്തിനെ നമുക്ക് എന്ത് പറയാം? ഫോർമാറ്റ് എന്ന് വിളിക്കാം. പലതരത്തിലുള്ള ഫോർമാറ്റുകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് പഠിക്കാനില്ല. ഇപ്പൊ ഗ്രാൻഡ് തിയറി, മെറ്റാ നരേറ്റീവ്സ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മൈക്രോ മാക്രോ തിയറീസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഫോർമാറ്റുകൾ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. ഏതായാലും ഇത്രയും ഓർത്ത് വെക്കുക. കൺസെപ്റ്റുകൾ തമ്മിലുള്ള, വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം സ്റ്റേറ്റ്മെന്റ്സ് നമ്മളോട് പറഞ്ഞു തരും. ഈ സ്റ്റേറ്റ്മെന്റ്സിന് ഒരുപാട് എണ്ണത്തിന് ഒരുമിച്ച് വെക്കുന്ന സമയത്ത് നമുക്കൊരു തിയററ്റിക്കൽ ഫോർമാറ്റ് ലഭിക്കും. ഇതാണ് ഇതിന്റെ ഒരു രൂപം. ഓക്കെ, ഞാൻ അതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ കൺസെപ്റ്റ്സിൽ നിന്ന് വേരിയബിൾസ് ഉണ്ടാവും. ഇവ രണ്ടും സെയിം ആണ് ഞാൻ പറഞ്ഞു. ഒരേ ഒരു മാറ്റമേ ഉള്ളൂ. വേരിയബിൾ എന്ന് പറയുന്നത് കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള കൺസെപ്റ്റുകൾക്കാണ്. മെഷർമെന്റിൽ മാറ്റം വരും. ഈ വേരിയബിൾസും കൺസെപ്റ്റ്സിന്റെയും പരസ്പരമുള്ള ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ തിയററ്റിക്കൽ ഫോർമാറ്റുകൾ ഉണ്ടാവും. ഞാൻ അതിനൊരു എക്സാമ്പിൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റാഷണൽ ചോയ്സ് തിയറി എന്ന് പറയുന്ന തിയറി എടുത്തു നോക്കുക. ആ തിയറി പറയുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത എക്സാമ്പിൾ ആണ്, ഞാൻ നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഇതിന്റെ അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ പറയുന്നത്, ഇൻഡിവിജ്വൽസ് മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ റാഷണൽ കാൽക്കുലേഷൻസ്. റാഷണൽ കാൽക്കുലേഷൻസിന്റെ ബേസിൽ ആളുകൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. എയിമിങ് ടു മാക്സിമൈസ് ദെയർ ബെനിഫിറ്റ്സ് ആൻഡ് മിനിമൈസ് ദെയർ കോസ്റ്റ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റ് പരമാവധി കൂട്ടുക, അവരുടെ ബെനിഫിറ്റ് പരമാവധി കൂട്ടുക, അവരുടെ ചിലവുകൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ അടിസ്ഥാനത്തിലാണ് ആളുകൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. പരമാവധി ലാഭം ഉണ്ടാക്കുക, പരമാവധി ചെലവ് കുറയ്ക്കുക. അപ്പോൾ സോഷ്യൽ ബിഹേവിയർ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ അനലൈസിങ് ദീസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസ്. ആളുകളുടെ സമൂഹത്തിന്റെ സോഷ്യൽ ബിഹേവിയർ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങുകൾ വെച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് റാഷണൽ ചോയ്സ് തിയറി പറയുന്നത്. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് കാണാം. പിന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് സോഷ്യൽ ബിഹേവിയർ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ അനലൈസിങ് ദിസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനു മുമ്പേ ഉള്ളത് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരുപാട് കൺസെപ്റ്റുകൾ ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഡിസിഷൻസ് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് ആണ്, ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ആണ്, റാഷണൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നതിൽ തന്നെ റാഷണൽ ഒരു കൺസെപ്റ്റ് ആണ്. അങ്ങനെ കൺസെപ്റ്റുകൾ ഒരുപാട് കാണാം. ശ്രദ്ധിക്കേണ്ടത് വേരിയബിൾസ് എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇവിടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നുള്ള വാക്കും അവിടെ യൂസ് ചെയ്യാം. ഇപ്പൊ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ കൂട്ടാൻ പറ്റുന്ന, അതായത് ആ കൺസെപ്റ്റ് വേരി ചെയ്യാം. അതേപോലെ തന്നെ കോസ്റ്റ് എന്ന് പറയുന്നത്, ചിലവുകൾ എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യുകയാണെന്നാണ് ഈ ഒരു തിയറിന്റെ അകത്ത് പറയുന്നത്. അത് മാക്സിമൈസ് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ വേരി ചെയ്യാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റ് ആണ് കോസ്റ്റ്. അപ്പൊ അതിനെ നമുക്ക് വേരിയബിൾ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കൊരു ബേസിക് ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് തിയറിയും ഐഡിയോളജിയും തമ്മിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത്, അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് സിമിലാരിറ്റീസ് നോക്കാം. അപ്പോ നിങ്ങൾ മനസ്സിൽ ആദ്യം കണ്ടു വെക്കുക, ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു റിലീജിയസ്
ഐഡിയോളജി. പിന്നെ ഏതെങ്കിലും ഒരു റിലീജിയന്റെ ഐഡിയോളജി, നിങ്ങൾ റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ, ഇനി അല്ല എങ്കിൽ ഒരു നോൺ റിലീജിയസ് ആയിട്ടുള്ള ആള് ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഐഡിയോളജി, ഇപ്പൊ മാർക്സിസം, കമ്മ്യൂണിസം പോലെയുള്ള ഒരു ഐഡിയോളജി നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. അപ്പൊ ഇതും തിയറിയും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്, ചില സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ രണ്ടും സാമൂഹിക ലോകത്തിനെ കുറിച്ചുള്ള ചില അസംഷൻസ്, ചില ആദ്യമേ ഉള്ള ചില ഐഡിയാസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില പ്രത്യേക കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. തിയറി ആണെങ്കിൽ ആ തിയറിക്ക് ഒരു ഫോക്കസ് ഉണ്ടാവും, ഒരു ഫോക്കസ് ഏരിയ ഉണ്ടാവും. ഈ ഒരു വിഷയത്തിനെ കുറിച്ചാണ് തിയറി പറയാൻ പോകുന്നത്. സോഷ്യൽ മൊബിലിറ്റി അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതിനെ കുറിച്ചാണ് തിയറി പറയാൻ പോകുന്നത്. അതൊരു ഫോക്കസ് ഏരിയ ആണ്. ഐഡിയോളജിക്കും ഇതേപോലെ, ഇപ്പൊ റിലീജിയസ് ഐഡിയോളജിക്ക് റിലീജിയൻ എന്ന് പറയുന്ന ഒരു ഫോക്കസ് ഏരിയ ഉണ്ട്, നമ്മുടെ റിച്വൽസ് എന്ന് പറയുന്ന ഒരു ഫോക്കസ് ഏരിയ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഫോക്കസ് ഏരിയാസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു സിസ്റ്റം ഓഫ് ഐഡിയാസും കൺസെപ്റ്റ്സും ഉണ്ടാവും. ഇതിലൊക്കെ തിയറിയിലായാലും പലതരത്തിലുള്ള ഐഡിയാസ് ഉണ്ട്, കൺസെപ്റ്റുകൾ ഉണ്ട്. ഇവ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് തിയറിയും സംസാരിക്കുന്നുണ്ട്. അതേപോലെ റിലീജിയനോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ ഇതിന്റെ ഒക്കെ അകത്തുള്ള ഐഡിയോളജീസ് ഇതേ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ലോകം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് രണ്ടു കൂട്ടരും, തിയറി പറയുന്ന ആളുകളും ഐഡിയോളജി പറയുന്ന ആളുകളും സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയാണ് ഇതിന്റെ സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഡിഫറൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഐഡിയോളജിക്ക് ഒരുപാട് അൺക്വസ്റ്റ്യൻഡ് അസംഷൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് അവര് നടത്തിയിട്ടുള്ള അസംഷൻസ് ഒക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടാത്തതായിരിക്കും. ഇപ്പൊ ലോകത്തിനെ കുറിച്ച് അവരൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെയെന്ന് ഇപ്പൊ റിലീജിയസ് ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും അത് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ ആയതുകൊണ്ട്. ഒരു നോൺ റിലീജിയസ് ഐഡിയോളജി, കമ്മ്യൂണിസം അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കമ്മ്യൂണിസത്തിന്റെ അകത്ത് അങ്ങനെ പറഞ്ഞതുകൊണ്ട്, ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള അൺക്വസ്റ്റ്യൻഡ് അസംഷൻസ് ഉണ്ടാവും. തിയറിയിൽ അതേസമയം അൺക്വസ്റ്റ്യൻഡ് അസംഷൻസ് ഉണ്ടാവില്ല. തിയറിയിൽ അൺക്വസ്റ്റ്യൻഡ് ആയിട്ടുള്ള അസംഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടും, അത് റീതിയറൈസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഐഡിയോളജി എന്ന് പറയുന്ന ഒരു ക്വാസി തിയറി ആണെന്നാണ് പറയുന്നത്. ഒരു ഫേക്ക് ആയിട്ടുള്ള തിയറിയാണ്. തിയറിയുടെ രൂപം ഉണ്ടാവും, പക്ഷെ തിയറി അല്ല. പിന്നെ ഐഡിയോളജീസ് ദാറ്റ് ഫെയിൽ ആർ റീപ്ലേസ്ഡ് ബട്ട് നോട്ട് തിയറീസ് ദാറ്റ് ഫെയിൽ ആർ റീപ്ലേസ്ഡ്. നേരത്തെ പറഞ്ഞു, തിയറികൾ ഫെയിൽ ആവാൻ സാധ്യതയുള്ള തിയറികൾ എന്ത് ചെയ്യും, അതിന് പകരം വേറൊരു തിയറി വരും. ഐഡിയോളജീസ് അങ്ങനെ ഫെയിൽ ആവാൻ സാധ്യതയില്ല. കാരണം എന്താണ്, അത് അത്രയും എന്താ പറയാ, നമ്മൾ വേരിഫയബിൾ ഒബ്സർവേഷന്റെ ഫാക്ടിന്റെ ഒന്നും ബേസിലല്ല ഐഡിയോളജി നിർമ്മിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഇനി തിയറീസ് ഡു നോട്ട് ക്ലെയിം ടു ഹാവ് ഓൾ ദി ആൻസേഴ്സ്. എല്ലാ ഉത്തരങ്ങളും തിയറിക്ക് ഉണ്ട് എന്ന് തിയറി അവകാശപ്പെടുന്നില്ല. പ്രത്യേകിച്ച് സയന്റിഫിക് തിയറിയുടെ ബേസിൽ സംസാരിക്കുകയാണെങ്കിൽ, സയന്റിഫിക് തിയറി എന്ന് പറയുന്നത് എപ്പോഴും ഫാൾസിഫൈ ചെയ്യാൻ സാധ്യതയുള്ള, നമുക്കതിനെ തെറ്റാണ് എന്ന് വിലയിരുത്താൻ എപ്പോഴും സാധ്യതയുണ്ട്. നമുക്ക് ആ അർത്ഥത്തിൽ ഫാക്ടുകൾ എപ്പോഴും വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ ഐഡിയോളജിയെ ആ അർത്ഥത്തില്, ഐഡിയോളജി പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ ഉത്തരവും ഉണ്ട്, ലോകം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന് ഉത്തരമുണ്ട്, ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനൊക്കെ ഉത്തരവുണ്ട് എന്നാണ് ഐഡിയോളജി പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ബേസിക് തിയറിയും ഐഡിയോളജിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഇവിടെ പറയാനുള്ള സംഗതി എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഐഡിയോളജിയെ തിയറി ആയിട്ട് കൺഫ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പാർട്ട്. ഓക്കെ, ഇനി രണ്ട് രീതിയിൽ നമുക്ക് തിയറൈസേഷൻ നടത്താം. തിയറിയെ രണ്ട് രീതിയിൽ നമുക്ക് പിന്നെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ തിയറൈസ് ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും, പലപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പം രണ്ടും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഒന്ന് ഇൻഡക്റ്റീവ് തിയറൈസേഷൻ ആണ്. ഇൻഡക്റ്റീവ് തിയറൈസേഷനെ സംബന്ധിച്ചിടത്തോളം പെർട്ടിക്കുലർ കേസസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കൂടുതൽ ജനറലൈസേഷനിലേക്ക് പോവുകയാണ്. ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നാച്ചുറൽ സയൻസിലുള്ള എക്സാമ്പിൾ പറയാം. ഉള്ള കാര്യങ്ങളല്ല പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. റോസാപ്പൂവിനെ കുറിച്ചുള്ള ഒരു റിസർച്ച് നടത്തുകയാണ്. റിസർച്ചർ ഫീൽഡിൽ പോയി ഒരുപാട് റോസാ ചെടികൾ കണ്ടു. എല്ലാം അദ്ദേഹം മാർക്ക് ചെയ്തത് ഒന്നെങ്കിൽ റോസ് കളറിലാണ്, അല്ലെങ്കിൽ മഞ്ഞ കളറിലാണ്, അല്ലെങ്കിൽ നീല കളറിലാണ്. ഇങ്ങനെ 3 കളറിലാണ് റോസാ പൂക്കൾ കാണപ്പെടുന്നത് എന്ന് അദ്ദേഹം നോട്ട് ചെയ്യാണ്. എന്നിട്ട് ഒരുപാട് ഇൻസ്റ്റൻസസ് എടുത്തു, ഒരുപാട് സ്ഥലത്ത് പോയി, എല്ലാ സ്ഥലത്തും അദ്ദേഹം ഇതേ കളറിലുള്ള റോസാപ്പൂക്കളാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹം ജനറലൈസേഷൻ നടത്തുകയാണ്. ലോകത്ത് 3 കളറിലുള്ള റോസാ ചെടികളാണ് കാണപ്പെടുന്നത്. ഇതിനെ നമുക്ക് ഇൻഡക്റ്റീവ് തിയറൈസേഷൻ എന്ന്
വിളിക്കാം. ഇതിനെ ക്ലൈംബിംഗ് ദ ഹിൽ, താഴെ നിന്ന് താഴെ തട്ടിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മേലോട്ട് പോകുന്ന രീതിക്ക് നമുക്ക് ഇൻഡക്റ്റീവ് തിയറൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ക്ലൈംബിംഗ് ദ ഹിൽ എന്ന് പറയുന്നത്. നമ്മൾ ഉയരത്തോട്ട് കയറുകയാണ്. ഡിഡക്റ്റീവ് തിയറൈസേഷൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ആദ്യമേ ഒരു ജനറൽ തിയറി കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോ പറഞ്ഞു വെച്ചിട്ടുള്ള ജനറൽ തിയറി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എംപിരിക്കൽ എവിഡൻസസിലേക്ക് പോവാണ്. നമുക്ക് ഓൾറെഡി ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ജനസാന്ദ്രത, അത് ക്രൈം റേറ്റ് കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു തിയറൈസേഷൻ അത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ പോകുന്ന സമയത്ത് ആ തിയറിയുമായിട്ട് നമ്മൾ ഫീൽഡ് പോവുകയും ആ തിയറിയെ അടിസ്ഥാനപ്പെടുത്തി ഫീൽഡിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും. അതിനെ അടിസ്ഥാനത്തിൽ നമ്മൾ തിയറൈസ് ചെയ്യും, പുതിയ തിയറൈസേഷനിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിഡക്റ്റീവ് തിയറൈസേഷൻ എന്ന് വിളിക്കാം. ഇവിടെ ആദ്യമേ ജനറൽ ആയിട്ടുള്ള തിയറിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് വാട്ടർഫാൾ അപ്രോച്ച്, വെള്ളത്തിൽ നിന്ന് വെള്ളം മേലെ നിന്ന് താഴോട്ട് വീഴാണ് വാട്ടർഫാളിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് ഡിഡക്റ്റീവ് അപ്രോച്ചിൽ സംഭവിക്കുന്നത്. ജനറൽ ആയിട്ടുള്ള ഒരു തിയറിന്റെ അകത്ത് നിന്ന് നമ്മൾ താഴേക്ക് പോവുകയാണ് എംപിരിക്കൽ എവിഡൻസസിലേക്ക്. ഓക്കെ, രണ്ടും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി തിയറിയുടെ ഫോക്കസിനനുസരിച്ച്, തിയറി എവിടെയാണ് എത്രയാണ് തിയറി ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് രണ്ട് തരത്തിലുള്ള തിയറി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്നെന്ന് പറയുന്നത് സബ്സ്റ്റാൻറ്റീവ് തിയറിയാണ്. സബ്സ്റ്റാൻറ്റീവ് തിയറി ഒരുപാട് ഫോക്കസ് ഉള്ള തിയറി അല്ല, വളരെ കുറഞ്ഞ ഏരിയയിൽ സോഷ്യൽ റിയാലിറ്റിയുടെ ഒരു പ്രത്യേക ഏരിയ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ പവർഫുൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു തിയറൈസേഷൻ കൊടുക്കുക. ഒരു വളരെ നാരോ ആയിട്ടുള്ള സ്കോപ്പ് ആക്കും, കുറഞ്ഞ ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള തിയറികൾക്ക് നമുക്ക് സബ്സ്റ്റാൻറ്റീവ് തിയറി എന്ന് പറയാം. അതിന് ഉദാഹരണമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഡെലിങ്ക്വന്റ് ബിഹേവിയർ അല്ലെങ്കിൽ ഫാമിലി റിലേഷൻസ് എന്നൊക്കെ പറയുന്ന സംഗതികൾ. ഡെലിങ്ക്വന്റ് ബിഹേവിയർ എന്ന് പറയുന്നത് കുട്ടികളിൽ കാണപ്പെടുന്ന ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിഹേവിയേഴ്സിനെ നമുക്ക് ഡെലിങ്ക്വന്റ് ബിഹേവിയർ, അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഏരിയ. ഇപ്പൊ ഈ തരത്തിലാണ് സബ്സ്റ്റാൻറ്റീവ് തിയറി കാണപ്പെടുന്നത്. എന്നാൽ കുറച്ചുകൂടി വൈഡർ ഇംപ്ലിക്കേഷൻസ് ഉള്ള, കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഫോർമൽ തിയറി എന്ന് പറയുന്നത്. അത് ഒരുപാട് ടോപ്പിക്കുകളെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന കൺസെപ്റ്റുകൾ, തിയറികളെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഫോർമൽ തിയറി. അപ്പോ ഇവിടെ എക്സാമ്പിൾ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻഗേജിങ് ഇൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഐഡിയനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എക്സസൈസിങ് പവറിന്റെ എക്സസൈസ്, പവർ എങ്ങനെയാണ് യൂസ് ചെയ്യപ്പെടുന്നത്, അത് നമുക്കറിയാം. ആ ഒരു തിയറൈസേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഏരിയയിലേക്ക്, ഒരുപാട് ടോപ്പിക് ഏരിയയിലേക്ക്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെലിങ്ക്വന്റ് ബിഹേവിയർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ പോലും നമുക്ക് പവറിന്റെ എക്സസൈസ് എങ്ങനെയാണെന്ന് ആലോചിക്കാം. ഫാമിലി റിലേഷൻഷിപ്പിൽ പവർ എങ്ങനെ എക്സസൈസ് ചെയ്യപ്പെടുന്നത് എന്ന് ആലോചിക്കാം. റേഷ്യൽ എത്നിക് റിലേഷൻഷിപ്പിൽ പവർ എങ്ങനെ എക്സസൈസ് ചെയ്യും. അതായത് സബ്സ്റ്റാൻറ്റീവ് തിയറിയെ അടക്കം എക്സാമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാർജർ തിയററ്റിക്കൽ കൺസെപ്റ്റുകൾ, ഫ്രെയിമുകളെ നമുക്ക് ഫോർമൽ തിയറിക്കകത്ത് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഫോർമൽ തിയറിയിൽ ഫോക്കസ് ഒരുപാടുണ്ട്. മറ്റത് സബ്സ്റ്റാൻറ്റീവ് തിയറിയെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് നാരോ ആണ്, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി റേഞ്ച് ഓഫ് തിയറൈസിങ്. നമ്മൾ ഓരോ തിയറിയും അതിന്റെ റേഞ്ച്, അത് അതിന് കവർ ചെയ്യാൻ പറ്റുന്ന ദൂരത്തിനനുസരിച്ച് പ്രത്യേകമായിട്ട് 3 റേഞ്ച് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തത് ഏറ്റവും ബേസിക് ആണ്, എംപിരിക്കൽ ജനറലൈസേഷൻ. നമ്മൾ സബ്സ്റ്റാൻറ്റീവ് തിയറിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കൺസെപ്റ്റുകളും ഉണ്ട്, കോൺക്രീറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളും ഉണ്ട്. കോൺക്രീറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടച്ച് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള കൺസെപ്റ്റുകളെ നമുക്ക് കോൺക്രീറ്റ് കൺസെപ്റ്റുകൾ എന്ന് വിളിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡെലിങ്ക്വന്റ് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് കൺസെപ്റ്റ് ആണ്. അവ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫീൽഡിൽ പോയിട്ട് പഠനം നടത്തുകയും ഒരു പ്രത്യേക ഫീൽഡിലുള്ള സംഗതികളെ കുറിച്ച് ആ ഫീൽഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ജനറലൈസേഷൻ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് എംപിരിക്കൽ ജനറലൈസേഷൻ. ഇവിടെ തിയറി എന്ത് ചെയ്യുന്നില്ല, ലോകത്തിന് മുഴുവനും ഉള്ള ഒരു സംഗതിയെ കുറിച്ചല്ല പറയുന്നത്, വളരെ കുറഞ്ഞൊരു ഏരിയയിലുള്ള ഒരു സംഭവത്തിനെ കുറിച്ചുള്ള ഒരു തിയറൈസേഷൻ ആണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് മിഡിൽ റേഞ്ച് തിയറിയാണ്. ഇതാണ് കൂടുതലായിട്ടും ഇന്ന് നമ്മൾ യൂസ് ചെയ്ത് കാണുന്നത്. റോബർട്ട് കെ മേർട്ടൺ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി അബ്സ്ട്രാക്ട് ആയിട്ടുള്ള, കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള
കൺസെപ്റ്റുകളാണ് യൂസ് ചെയ്യപ്പെടുന്നത്. റിസർച്ച് സ്റ്റഡീസിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തിയറിയാണ് മിഡിൽ റേഞ്ച് തിയറി എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് കാര്യം കുറച്ചുകൂടി ബോധ്യപ്പെടും. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോൾ കോൺഫ്ലിക്റ്റ്. സോഷ്യൽ മൊബിലിറ്റി നമുക്കറിയാം, ആളുകൾ എങ്ങനെയാണ് ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന് മറ്റൊരു സോഷ്യൽ സ്റ്റാറ്റസിലേക്ക്, ഒരു സോഷ്യൽ പൊസിഷനിൽ നിന്ന് മറ്റൊരു സോഷ്യൽ പൊസിഷനിലേക്ക് മാറുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഗതി ആളുകളെ സോഷ്യലി മൊബിലൈസ് ചെയ്യാൻ, വെർട്ടിക്കൽ മൊബിലൈസേഷന് സഹായിക്കും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ഒരു ബ്രോഡർ ആയിട്ടുള്ള കൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു തിയറൈസേഷൻ അവിടെ സംഭവിച്ചത്. അത് കുറച്ചുകൂടി മിഡിൽ റേഞ്ച് തിയറൈസേഷൻ ആണ്. കുറച്ചും കൂടി ജനറൽ ആയിട്ടുള്ള, എംപിരിക്കൽ ജനറലൈസേഷനേക്കാൾ കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള ഒരു തിയറൈസേഷൻ ആണ് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒരു തേർഡ് ടൈപ്പ് തിയറൈസിങ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ്. നമ്മൾ നേരത്തെ ഫോർമാറ്റുകളുടെ കാര്യത്തിലൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ഇതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ സംസാരിച്ചിരുന്നു. റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടാവുക. ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസൈൻ ആണ്. ആ ഡിസൈൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് റിസർച്ചിൽ. അപ്പൊ ആ ഫ്രെയിംവർക്ക് പറഞ്ഞു വെക്കണം. നമ്മൾ ഏത് ഫ്രെയിംവർക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ ഇതിനും പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പം. ഇപ്പൊ കോൺഫ്ലിക്ട് തിയറി എക്സാമ്പിൾ ആണ്, ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിന് എക്സാമ്പിൾ ആണ്. മാർക്സിന്റെ ഒക്കെ തിയറി കോൺഫ്ലിക്ട് തിയറിക്ക് അകത്താണ് വരുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പ്രോൾട്ടേറിയൻസും ബൂർഷാസികളും തമ്മിലുള്ള ക്ലാസ് കോൺഫ്ലിക്റ്റിൽ നിന്നാണ് പുതിയ തരത്തിലുള്ള സമൂഹം ഉരുത്തിരിഞ്ഞു വരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു ലാർജർ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിന്റെ അകത്താണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ഫങ്ഷനലിസം എന്ന് പറയുന്നത്, സമൂഹം എന്ന് പറയുന്നത് ഭയങ്കര ഓർഡേർഡ് ആയിട്ടുള്ള, ഹാർമോണിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പരസ്പരമുള്ള കണക്റ്റഡ്നെസ്സിൽ അവ പരസ്പരം ഒത്തുചേർന്ന് വർക്ക് ചെയ്തിട്ടാണ് ഒരു ഒരു സൊസൈറ്റി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ തരത്തിൽ സമൂഹത്തിനെ കുറിച്ച് വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന തരത്തിലുള്ള തിയറിയാണ് ഫങ്ഷനലിസം എന്ന് പറയുന്ന മുന്നോട്ട് വെക്കുന്നത്. അതൊരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ്. ഇതേപോലെ സിംബോളിക് ഇന്ററാക്ഷനിസം നിങ്ങൾ പഠിച്ച സംഗതി തന്നെയാണ്. ആളുകൾ ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നുണ്ട്. ആളുകൾ അവരുടെ ചുറ്റുപാടുകളെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് അത് അവർക്ക് കൊടുക്കുന്ന അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതും അവരുടെ ആക്ഷൻസ് കേന്ദ്രീകരിക്കുന്നതും അതിനനുസരിച്ചാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സൊസൈറ്റിയെ കുറിച്ച് തന്നെയുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള തിയറീസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്ക് എന്താ പറയാ? തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയാം. ഒരുപാട് തിയറികൾ ഇപ്പൊ ഫങ്ഷനലിസത്തിന്റെ അകത്ത് ഡർക്കൈമിന്റെ തിയറി ഉണ്ട്, ചെറിയ രീതിയിൽ വെബറിന്റെ തിയറി ഉണ്ട്, പാർസൺസിന്റെ തിയറി ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുടെ തിയറി നിങ്ങൾക്ക് കാണാം. കോൺഫ്ലിക്ട് തിയറിയിൽ ഇതേ രീതിയിൽ കാണാം. സിംബോളിക് ഇന്ററാക്ഷനിസത്തിന്റെ അകത്തും നമുക്ക് ഒരുപാട് സ്കോളേഴ്സിന്റെ പ്രസൻസ് കാണാം. ഒരുപാട് സ്കോളേഴ്സിന്റെ വ്യത്യസ്തമായിട്ടുള്ള തിയറീസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇത് ഒരുപാട് തിയറികളുടെ ഒരു കൂട്ടമാണ്. ആ കൂട്ടത്തിന് ഒന്നിച്ച് നമ്മളൊരു ഫ്രെയിംവർക്കിന്റെ അകത്താക്കിയിട്ട് അതിനൊരു പേര് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ജനറൽ തിയററ്റിക്കൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ബേസിക്കലി നമ്മൾ എങ്ങനെയാണ് ലോകത്തിനെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫീൽഡിനെ ഏത് രീതിയിലാണ്, കോൺഫ്ലിക്റ്റിന്റെ ബേസിലാണോ അല്ലെങ്കിൽ ഫങ്ഷനലിസത്തിന്റെ ബേസിലാണോ നോക്കിക്കാണുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ ആ ഒരു ഓറിയന്റേഷൻ നൽകുക എന്നുള്ളതാണ് അവര് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും സംഗതികളാണ് നമ്മൾ ഇന്ന് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. അതുവരെ താങ്ക് യു.